ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മൾ വീടിൻ്റെ വയറിങ് ചെയ്യുന്ന സമയത്ത് വീടിൻ്റെ വയറിങ് നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന മെയിൻ ബോക്സ് കാര്യങ്ങളുണ്ട്, കൺസീൽ ചെയ്ത് വെക്കുന്ന ബോക്സ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ കൺസീൽ ചെയ്യുന്ന ബോക്സ് എന്തോരം അകത്തേക്കാണോ പുറത്തേക്കാണോ എങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അകത്തേക്കാണ് നമ്മൾ ഒരുപാട് അകത്തേക്ക് കയറ്റി വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അതല്ലെങ്കിൽ ഓവറായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് പുറത്തേക്ക് വന്നാൽ എന്ത് സംഭവിക്കും, ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ആദ്യമേ ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാം തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബോക്സുകളാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലത്. തുരുമ്പെടുക്കാത്ത ബോക്സുകളിലൊന്നാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. ജിയുടെ ഷീറ്റിനേക്കാൾ ജിയുടെ ബോക്സ് വാങ്ങിക്കുന്നതിനേക്കാൾ നല്ലത് സ്റ്റെയിൻലെസ് സ്റ്റീൽ വാങ്ങിക്കുന്നതാണ്. കാരണം ജിയുടെ കുറേ നാളാകുമ്പോൾ തുരുമ്പെടുത്ത് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലാകുമ്പോൾ ആ പ്രശ്നങ്ങൾ കാര്യങ്ങളിൽ തുരുമ്പ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നതല്ല. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും, അതായത് നമ്മുടെ സാധാരണ നമ്മൾ കൊടുക്കുന്നത് ചെങ്കല്ല്, അതായത് ചുടുകട്ട് ചെങ്കല്ല് ടൈപ്പ് ആണ് നമ്മൾ വാള് ചെയ്യുന്നതെങ്കിൽ, ഭിത്തി ചെയ്യുന്നതെങ്കിൽ, അതായത് അതിൻ്റെ തൂക്ക് വരുന്ന സമയത്ത് പരിക്കൻ്റെ കനം ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. എന്നാൽ സോളിഡ് വെച്ചിട്ട്, അതായത് സിമൻറ്റ് കട്ട വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിന് ഒരുപാട് സിമൻറ്റ് കനം വരാൻ ചാൻസ് കുറവാണ്. കാരണം ഏകദേശമൊക്കെ തൂക്ക് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ ബോക്സ് വെക്കുന്ന സമയത്ത് സിമൻറ്റ് കട്ടയാണെങ്കിൽ ഓവറായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. ഒരു കൂടി വന്ന് 2-3 mm മാത്രം പുറത്തേക്ക് തള്ളി ആ തേപ്പനം കൊടുത്ത് ക്ലിയർ ചെയ്താൽ മാത്രം മതി. കാരണം നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, ചുടുകട്ട അല്ലെങ്കിൽ സിമൻറ്റ് കട്ട ആയതുകൊണ്ട് ഏകദേശം ലെവൽ കറക്റ്റായിരിക്കും, തൂക്കിൻ്റെ ലെവൽ കറക്റ്റായിരിക്കും. പിന്നെ തേച്ച് കഴിയുന്ന സമയത്ത് നിസ്സാര 2-3 mm മാത്രമേ, അല്ലെങ്കിൽ കൂടി വന്നൊരു 6 mm അതിൽ കൂടുതലൊന്നും തേപ്പുകാരം വരാൻ ചാൻസസ് കുറവാണ്. അപ്പോൾ നമ്മൾ തേപ്പുകാരം നമ്മൾ ഏകദേശം ഒരു കറക്റ്റായിട്ട് അതിൻ്റെ പകുതി ഇട്ടാൽ മതി. കാരണം ഓവറായിട്ട് ബോക്സ് പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തേപ്പ് കഴിഞ്ഞാലും ഓവറായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊജക്റ്റ് ചെയ്ത് പുറത്തേക്ക് നിൽക്കും. നമ്മൾ ഷീറ്റ് പിടിപ്പിക്കുന്ന സമയത്ത് പ്രൊജക്റ്റ് ചെയ്ത് പുറത്തേക്ക് നിൽക്കും. പിന്നീട് നമ്മൾ ഗ്രൈൻഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. അതായത് അത്രയും ഭാഗം ബോക്സിൻ്റെ കട്ട് ചെയ്താൽ മാത്രമേ ഭിത്തിയുടെ ലെവൽ കിട്ടുകയുള്ളൂ. പക്ഷേ എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ചുടുകട്ട അല്ലെങ്കിൽ പറഞ്ഞ രീതിയിൽ തേപ്പ് കനം, അതായത് നമ്മുടെ ചെങ്കല്ലാണ് വെക്കുന്നതെങ്കിൽ അത്യാവശ്യം ചെങ്കല്ലിന് ലെവൽ ചെയ്യേണ്ടി വരും. അത്യാവശ്യം നല്ല പരിക്കൻ, നല്ല കനത്തിൽ കയറാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഒരു 3 mm എന്ന് പറയുന്നത് ഏകദേശം ഒരു 6 mm ആ ലെവലിൽ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ സംഭവിക്കാൻ ചാൻസസ് കുറവാണ്. പക്ഷേ റിസ്ക് എടുക്കണമെന്ന് ആഗ്രഹമില്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു എല്ലാം തന്നെ ലെവലിൽ വെച്ചാൽ മതി. കല്ലിൻ്റെ ലെവലിൽ തന്നെ വെച്ചാലും തേക്കുന്ന സമയത്ത് അത് ക്ലിയർ ചെയ്തിട്ട് ബോക്സിൻ്റെ സെയിം ലെവലിൽ കറക്റ്റ് ചെയ്ത് തേപ്പിക്കുന്ന സമയത്ത് ആ തേക്കുന്ന ലെവലിൽ ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മൾ വയർ കാര്യങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ അകത്തോട്ട് വലിക്കുമ്പോൾ അത്യാവശ്യം വയറുകൾ ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതായത് സർക്യൂട്ട് കാര്യങ്ങളൊക്കെ വലിച്ചു പോകുന്ന സമയത്ത് വയർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വയറുകൾ വരുന്ന സമയത്ത് നമ്മൾ വയറിൻ്റെ ഒതുങ്ങാനായിട്ട്, നമ്മൾ ബോക്സ് അടയ്ക്കുന്ന സമയത്ത് ഒതുങ്ങാനായിട്ട്, അതിൻ്റെ ബാക്കിൽ വരുന്ന വയർ കാര്യങ്ങൾ ഒതുങ്ങാനായിട്ട് കുറച്ച് പ്രയാസം വരാറുണ്ട്. അത് കൂടുതലും കാണുന്നത് റെഗുലേറ്റർ വരുന്ന ബോക്സുകളിലാണ്. റെഗുലേറ്റർ ബാക്ക് വശം ഓവറായിട്ട് തള്ളിയിട്ടുണ്ടാവും. അത് ഒരു ചെറിയൊരു പെട്ടി പോലെയായിരിക്കും വരുന്ന റെഗുലേറ്റർ വരുന്നത്. അപ്പോൾ റെഗുലേറ്ററിൻ്റെ ബാക്കിൽ വരുന്ന വയറുകൾ അടയാനുള്ള ചാൻസസ് കുറവാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ബോക്സ് അകത്തേക്ക് കയറ്റി വെച്ചാലും, അതായത് ഭിത്തിയിൽ നിന്ന് കുറച്ച് അകത്തേക്ക് കയറ്റി വെച്ചാലും നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല. കാരണം വെച്ചാൽ അത്രയും ആഴം നമുക്ക് കിട്ടുന്നതുകൊണ്ട്, തേപ്പുകാനും പിന്നെ ബോക്സിൻ്റെ ആഴം കൂടി കിട്ടുന്നതുകൊണ്ട് വയറുകളെല്ലാം ടൈറ്റ് ആവാതെ, അതായത് ഒതുങ്ങി ക്ലിയർ ചെയ്യാൻ നമുക്ക് ക്ലിയർ ചെയ്ത് വെക്കാൻ സാധിക്കും. എന്നാൽ ബോക്സ് ഓവറായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് പുറത്തേക്ക് വന്നാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അതിൻ്റെ ബോർഡ് കാര്യങ്ങൾ പിടിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ഭിത്തിയോട് ചേർന്ന് വരില്ല. അപ്പോൾ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് കളയേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എങ്ങനെയാണ് ബോക്സ് പിടിപ്പിക്കേണ്ടതെന്നും എങ്ങനെയാണ് പുറത്തേക്ക് വന്നാലും അകത്തേക്ക് പോയാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഗുണങ്ങളും ദോഷങ്ങളും നിങ്ങൾ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm so late. You sip wine